നീറ്റ് ആസ്പിറൻസ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടെൻഷൻ, പ്രഷർ, കോൺഫിഡൻസ് ഇല്ലായ്മ, ഉറക്കം കൂടുതൽ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമായിരിക്കും. എൻ്റെ ഇൻസ്റ്റാ DMs തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ബാക്ക്ലോഗ് സയൻറ്റിഫിക് ആയിട്ട് ക്ലിയർ ചെയ്യുമെന്നുള്ളതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഐ എം അഫ്ര, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻ്റ് ആട്ടോ. നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ വീഡിയോയിൽ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ബി വെരി പ്രാക്ടിക്കൽ. നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, പ്രാക്ടിക്കൽ ആയിട്ട് പറയാം. കുറച്ച് സമയം ഇനി ബാക്കിയുള്ളൂ. അപ്പം നിങ്ങൾ ഒരു ടോപ്പർ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്കും ടോപ്പർ ആവാം, ബട്ട് ചെറിയ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള വേയിലൂടെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കുക. മീൻസ് നിങ്ങളുടെ പ്രയോറിറ്റി എന്തിന് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ബാക്ക്ലോഗ് ഉണ്ട്, അപ്പൊ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക. അപ്പോൾ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, സപ്പോസ് എനിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ വീക്ക് ആണെങ്കിൽ ഞാൻ അതിന് കുറച്ചും കൂടി എക്സ്ട്രാ ടൈം കൊടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് വേണ്ടിയ ഒരു സാധനം ഈ പ്ലാനർ പോലത്തെ ഒരു ബുക്കാണ്. ഓക്കെ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താൽ മതി, നിങ്ങൾക്കത് പ്ലാനറായിട്ട് യൂസ് ചെയ്യാം. അപ്പം അതിനുശേഷം അതിൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരു സൈഡിൽ എഴുതിയിട്ട് അതിൽ നിങ്ങൾ എത്രത്തോളം അതിന് ടൈം കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ തീർക്കാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെൻ്റെ വീക്ക് ചാപ്റ്റർ ആണെന്നുള്ളത്. അപ്പോൾ വീക്ക് ചാപ്റ്റേഴ്സ് ഒരു സൈഡിൽ, സ്ട്രോങ് ചാപ്റ്റേഴ്സ് ഒരു സൈഡിൽ, വീക്ക് ചാപ്റ്ററിന് എക്സ്ട്രാ ടൈം കൊടുക്കണം. ഇനി നെക്സ്റ്റ് കാര്യമാണ് 70-30 റൂൾ. അപ്പോൾ കൂടുതൽ കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് അവിടെ നിർത്തിയിട്ട് പഴയ ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പെൻഡിങ് ആവില്ലേ, ഇനി നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കാര്യങ്ങളും പെൻഡിങ് ആവില്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ 70-30 റൂള്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് 70% ഓഫ് ടൈം കൊടുക്കണം. ആ സെയിം ഡെയിലി ഷെഡ്യൂളിൽ, ഡെയിലി ടൈം ടേബിളിൽ ഒരു 30% നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനുള്ള, പണ്ട് എപ്പോഴോ പഠിച്ചു പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയില്ല, ആ ചാപ്റ്റേഴ്സിനുള്ള സമയം കൊടുക്കുക. ഇതിനാണ് നമ്മൾ 70-30 റൂൾ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഡിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന മന്ത്ലി എക്സാമിൻ്റെയും വീക്ക്ലി എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സ് പെൻഡിങ് ആവും. പണ്ടത്തെ നിങ്ങൾ തീർക്കും, പക്ഷെ അതിനോട് ആർക്കും ഒരു ഉപകാരമല്ല. 70-30 റൂൾ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ചാപ്റ്റേഴ്സിന് ഷെഡ്യൂൾ കൊടുക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഷെഡ്യൂൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് മൈക്രോ പ്ലാനിങ്. അതിൽ മൈക്രോ ഗോൾസ് ആക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ പല രീതിയിലുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ പല ടോപ്പിക് അല്ലെങ്കിൽ പല ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ്, പിന്നെ അതിൽ മൾട്ടി കോൺസെപ്റ്റ് ആയിരുന്നു വരുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ മൈക്രോ ഗോൾസ് ആക്കിയിട്ട് വെക്കുക. ഇന്നിപ്പോൾ ഞാൻ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് പഠിക്കുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പഠിക്കുമെന്നുള്ളത് നിങ്ങൾ മൈക്രോ ഗോൾസ് ആക്കി വെക്കുക. അപ്പോൾ ഒരു ചാപ്റ്ററിന് തന്നെ കുറച്ച് കുഞ്ഞാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ ഡെയിലി റൂട്ടീനിലേക്ക്, നിങ്ങൾ പഠിക്കുന്ന ഡെയിലി ഷെഡ്യൂളിൻ്റെ ഇടയിലേക്ക് കയറ്റി കൊടുക്കുക. നെക്സ്റ്റ് തിങ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും ഓക്കെ എല്ലാം സെറ്റായി ഡെയിലി ഷെഡ്യൂളിലേക്ക് ഞാൻ മൈക്രോ ഗോൾസ് ഒക്കെ ഇട്ടു, ഒക്കെ അടിപൊളിയായി, പക്ഷെ ഇത് ഞാൻ എങ്ങനെ പഠിക്കും? ഇപ്പം ചില കുട്ടികൾക്ക് വീക്ക് ചാപ്റ്റർ പഠിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണം, സ്വന്തം ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനാണല്ലോ നമ്മുടെ യൂട്യൂബിലെ 1 ഷോട്ട് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് കാണുക, ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ വേണ്ടത് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് കാണണം. അങ്ങനെ 1 ഷോട്ട് വീഡിയോസ് കാണുക, അതിൻ്റെ റണ്ണിങ് നോട്ട്സ് എഴുതുക. ഇത് പിറ്റേന്ന് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് എടുത്ത് റിവൈസ് ചെയ്യണം. നിങ്ങൾ അതിൽ സെറ്റായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതിനുള്ള റണ്ണിങ് നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ചാപ്റ്ററിൽ നിന്നൊരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പഠിച്ച കാര്യങ്ങൾ പഠിച്ചത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി ആ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിറ്റി ഒന്നും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അതിൽ ആ ടോപ്പിക്ക് മാത്രം ഒന്ന് എടുത്ത് പഠിച്ചാൽ മതി. അവസാനമായിട്ട് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നതിനാണ് നമ്മൾ റീകോൾ ചെയ്യുക, ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇന്ന് എന്ത് പഠിച്ചോ, നിങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചോ, അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു ചാപ്റ്റർ പഠിച്ചോ, അതൊക്കെ ഒന്ന് അതിൻ്റെ ഫോർമുലാസ് ഒന്ന് പിറ്റേന്ന് റിവൈസ് ചെയ്യണം. പിറ്റേന്ന് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ റിവിഷന് വേണ്ടി യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ പഠിച്ചതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഒരു കുട്ടീനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും, എനിക്ക് കുറേ ബാക്ക്ലോഗ് ഉണ്ടല്ലോ, ഞാൻ പഠിച്ചത് തീരുന്നില്ലല്ലോ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന ഡെയിലി ഷെഡ്യൂളിലേക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പണ്ടത്തെ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കുഞ്ഞു ടോപ്പിക്സ് ആക്കിയാലും മതി. പക്ഷെ അവിടെ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും വേണം. പിന്നെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഉണ്ടാവണം.
നിങ്ങൾ ഇന്ന് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്തു, നാളെ ആ മീൻസ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ അടുത്ത ടോപ്പിക്ക് നാളെ ക്ലിയർ ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് ഉള്ളത് എന്നും കൂടെ നിങ്ങളൊന്ന് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. സ്കോർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.